രാഹുൽ ഈശ്വർ ഇവിടെ അഞ്ചു പേർക്കെതിരെയാണ്, 5 പ്രമുഖർക്കെതിരെയാണ് ഈ പോലീസിൽ പരാതി വന്നിരിക്കുന്നത്. ഇനി അടുത്ത നടപടിയിലേക്ക് പോവുകയാണ്, പോലീസ് എഫ്ഐആറിലേക്ക് കടക്കുകയാണ് മൊഴിയെടുത്തതിനു ശേഷം. അപ്പോൾ ഇതൊരു വലിയ ഒരു പോരാട്ടമായി മാറുകയാണ്. ഇപ്പോൾ ഇന്നലെ താങ്കൾ ചോദിച്ചിരുന്നു മിനു ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുമോ എന്ന്. ഉറച്ചു നിൽക്കും എന്നതിന്റെ തെളിവാണല്ലോ ഇന്ന് കാണുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. തീർച്ചയായും പരാതി നൽകുന്ന എല്ലാരെയും നമ്മൾ സ്വാഗതം ചെയ്യണം. പരാതി ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആരോപണം ആദ്യ ഘട്ടമാണ്, രണ്ടാമത്തെ ഘട്ടമാണ് പരാതി, മൂന്നാമത്തെ ഘട്ടം കോടതി അത് പരിശോധിക്കുമ്പോഴാണ് അത് ശരിയോ തെറ്റോ പിന്നീട് കുറ്റവാളിയാകുന്നത്. അതുകൊണ്ട് പരാതി നൽകണം. അതേപോലെ ശ്രീ രഞ്ജിത്ത് പരാതി കൊടുക്കുന്നുണ്ട്, ശ്രീ സിദ്ദിഖ് പരാതി കൊടുക്കുന്നുണ്ട്, മാമുക്കോയുടെ മകൻ പരാതി കൊടുക്കുന്നു എന്നാണ് അറിയുന്നത്. ശ്രീ സുധീഷ് നീളനെടുവേ മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവസാനം ഇതിൽ ഏതൊക്കെ സത്യമുണ്ട് ഏതൊക്കെ കള്ളമുണ്ടെന്ന് അറിയാം. നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ കുറെയൊക്കെ വളരെ ജെനുവിനാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ചിലതൊക്കെ കള്ളമാണ്, ചുമ്മാ പറയുന്നതാണ് തോന്നും. ഇത് തമ്മിൽ മാറ്റി അറിയാൻ വേണ്ടി നമുക്ക് കൃത്യമായ കോടതിയുടെ ഇടപെടൽ വേണം. അതാണ് ഒന്ന്. രണ്ട്, ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം വാതുവെപ്പിനെ തുടർന്ന് ആടി ദുരൂക്ഷ ശ്രീ മഞ്ജുഷ് കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മളെല്ലാം ചർച്ച ചെയ്തുവാണ്. വലിയ രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് രംഗം ഒരു പ്രതിസന്ധിയെ നേരിട്ടു. അതിനുശേഷം ക്രിക്കറ്റ് ശക്തമായി തിരിച്ചു വരികയും ചെയ്തു. അതേപോലെ നമ്മുടെ മലയാള സിനിമയും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആടി ഉലഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്ന് നമുക്കറിയാം. ഒരുപാട് ക്രിക്കറ്റ് മേഖലയിൽ സച്ചിൻ അടക്കമുള്ളവർ വേദനയോടെ മനസ്സുപൊട്ടി നിന്ന ഒരു അവസ്ഥ നമുക്കറിയാം. അദ്ദേഹമൊക്കെ നിരപരാധിയാണ്. അതേപോലെ ശ്രീ മോഹൻലാൽ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് രാഹുൽ. ഇപ്പോൾ ഈ ആരോപണം നേരിടുന്നയാൾ എന്ന് പറയുന്നത് അതിൽ 5 പേരും പ്രബലരാണ്. പക്ഷെ ഒരാൾ അതിനേക്കാളൊക്കെ മുകളിലാണ്, മുകേഷ് എന്നയാൾ. പാർട്ടിയുടെ പിന്തുണയുണ്ട്, സർക്കാരിന്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഈ 2 പിന്തുണ എന്ന് പറയുമ്പോൾ ഏത് ഏജൻസിയാണോ അന്വേഷണം നടത്തുന്നത് അവിടെ സ്വാധീനം ചെലുത്തുവാനുള്ള കഴിവുണ്ട്, അത് പ്രയോഗിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും അറിയാവുന്നയാളാണ് മുകേഷ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് സംരക്ഷണം എന്നൊരു പാർട്ടിയും സർക്കാരും പറയുമ്പോൾ എങ്ങനെ നീതി നടപ്പാക്കാൻ കഴിയും? ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വായിച്ചാൽ തന്നെ അറിയാമല്ലോ, അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പോരാട്ടം തുടങ്ങുന്നതിന്റെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ജയലളിതയെ അടക്കം ലാലു പ്രസാദ് യാദവിനെ അടക്കം ജയിലിൽ പിടിച്ചിട്ട കോടതികളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആർക്കും ശ്രീ മുകേഷ് അതിനു മേളിലൊന്നും അല്ലല്ലോ. പക്ഷെ അവിടെയാണ് ശ്രീ സുരേഷ് ഗോപി എടുത്ത നന്മയുടെ നിലപാട് നമ്മൾ നോക്കേണ്ടത്. സുരേഷ് ഗോപിയുടെ എതിർ രാഷ്ട്രീയത്തിനുള്ളതാണ് ശ്രീ മുകേഷ്. വേണമെങ്കിൽ തെള്ളി പറയായിരുന്നു. പക്ഷെ കൂടെ നിൽക്കുന്നവരെ വേട്ടക്കാർക്ക് മുമ്പിൽ തെള്ളിയിടാതെ കോടതി പറയട്ടെ എന്ന ധാർമ്മികമായ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി മാറിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ജനസേവനമല്ല പ്രധാനം. അദ്ദേഹത്തിന്റെ പ്രധാനം തന്റെ സിനിമാ മേഖലയാണ്. തന്നോട് തോളോട് തോൾ സഹകരിച്ചു നിന്ന ആളുകളെയാണ് അദ്ദേഹത്തിന് താല്പര്യം. അദ്ദേഹത്തിന് BJPയുടെ രാഷ്ട്രീയം പോലും താല്പര്യമില്ല എന്ന് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാക്കുകൾ തെളിയിക്കുന്നതാണ്, ഇന്നത്തെ പ്രകോപനം തെളിയിക്കുന്നതാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ആ വാക്കുകൾ കേട്ടതിനു ശേഷം ചർച്ചയിലേക്ക് വരാം. കാരണം 2 രാഷ്ട്രീയ നേതാക്കൾ ഈ ചർച്ചയിലുണ്ട്, ശ്രീ പത്മനാഭനും ശ്രീ വസന്ത് തെങ്ങുംപള്ളിയും. സുരേഷ് ഗോപി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, അതിനുശേഷം രാമനിലയത്തിൽ വെച്ച് അദ്ദേഹം പ്രകോപിതനായത്. ഈ 2 ദൃശ്യങ്ങളും കാണാം, അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹം പ്രകോപിതനായതിന്റെ ദൃശ്യങ്ങളും. അതിനുശേഷം ചർച്ചയിലേക്ക് വരാം. കോടതി വല്ലതും പറഞ്ഞു?